കാലാവസ്ഥ വ്യതിയാനവും ഭൂമിയുടെ നിലനിൽപ്പുമൊക്കെ ഭീഷണിയാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രകൃതി സംരക്ഷണം ജീവിതചര്യയാക്കിയ ഒരു നല്ല മനുഷ്യനെ ഞാൻ ഇനി പരിചയപ്പെടുത്തുകയാണ്. കൊച്ചി വൈപ്പിൻ സ്വദേശി മുരുകേശൻ പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കുന്നു. ആഴത്തിൽ വേരുകളുള്ള ആ ജീവിതം നിങ്ങൾക്ക് അറിയണ്ടേ? വൈപ്പിനിലേക്ക്. വെള്ളമേഘങ്ങൾ നിറഞ്ഞ നീലാകാശം, വേനലിലും വറ്റാത്ത തെളിനീർ. ഹരിതാപശോഭയിൽ പ്രകൃതി ഇന്ന് സുന്ദരിയാണ്. ഉപ്പുവെള്ളത്തിൻ്റെ അരുകുപറ്റി വളർന്ന തീരദേശത്തിൻ്റെ നിത്യഹരിത വനങ്ങൾ. വേരുറപ്പുള്ള കണ്ടലുകൾ പ്രകൃതി നിർമ്മിച്ച ജൈവ മതിലുകളാണ്, ഭൂമിയുടെ ജീവനാഡികൾ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കണ്ടൽക്കാടായി മാറുകയാണ് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപ്. അതിനു പിന്നിൽ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ കഠിനാധ്വാനമുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 50,000-ത്തിലധികം കണ്ടൽ ചെടികളാണ് ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് വൈപ്പിനിൽ വച്ചുപിടിപ്പിച്ചത്. മണ്ണിനും പക്ഷികൾക്കും ജന്തുജീവജാലങ്ങൾക്കുമൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ ആവാസ വ്യവസ്ഥയൊരുക്കുകയാണ്. 2018 തുടങ്ങി ബാമ്പൂലാണ് നമ്മൾ ചെടികൾ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരടി നീളമുള്ള ഒരു മുളംകുറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ചെളി നിറച്ചിട്ട് അത് രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് ചെളി നിറച്ചിട്ട് കയറിട്ട് കെട്ടി അത് ബെഡ് ഉണ്ടാക്കിയിട്ട് ബെഡിൽ വെച്ചിട്ട് ചായച്ച് വെച്ചിട്ടാണ് വിത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കും. ഇപ്പോൾ നമ്മൾ വളന്താടിൽ നിന്ന് എടുക്കാറുണ്ട്, മുളവാടിൽ നിന്ന് എടുക്കാറുണ്ട്, വല്ലാറോളം എടുക്കാറുണ്ട്, പുതുവൈപ്പിൽ നിന്ന് എടുക്കാറുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെറൈറ്റി ആയിട്ടുള്ള പല ഇനങ്ങളും ഉണ്ട്. ഏതു നിമിഷവും വേലിയേറ്റവും വെള്ളപ്പൊക്കവും ഉണ്ടാകാനിടയുള്ള വൈപ്പിനിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് കണ്ടലുകൾ വച്ചുപിടിപ്പിച്ചതെങ്കിലും മുരുകേശൻ ഇന്ന് ഈ കണ്ടലുകൾ ജീവിതമാണ്, ജീവനം. ഈ അടുത്ത കാലത്ത് സ്വന്തം വീട്ടുമുറ്റത്തെങ്കിലും ഒരു ചെടി നട്ടുനനച്ചു വളർത്തിയ എത്ര പേരുണ്ടാകും? എന്നാൽ വർഷങ്ങളായി ഇവിടെ ഒരു മനുഷ്യൻ ഒരു കാട് തന്നെ ഒരുക്കുകയാണ്. വൈപ്പിനിൽ നിന്ന് ക്യാമറാമാൻ അനന്തു നായർക്കൊപ്പം വിനീത VG 24. മനോഹരമായ ദൃശ്യങ്ങളാണ് അനന്തു നായർ പകർത്തിയിരിക്കുന്നത്. എന്തായാലും ഇതേപോലെയുള്ള മനുഷ്യരാണ് നമ്മളെ കൂടുതൽ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രകൃതിയോട് വല്ലാതെ അണിചേരാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക ത്വര നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഇന്നത്തെ കാലത്ത് പ്രകൃതിയിലേക്ക് വിലയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ താല്പര്യമില്ലാത്ത പദ്ധതിയാണ്. എന്നാൽ ഈ മനുഷ്യന് വേറിട്ട് നിൽക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം വെളിച്ചത്തിൻ്റെ ഉയർത്തിക്കെട്ടിയ ഒരു പന്തമായിട്ട് ഞാൻ കാണുകയും ചെയ്യുന്നു.